എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറന്റിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു. ഓർഡറുകൾ സ്വീകരിക്കുന്നു. എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. റോഡ് നെടുകെ പിളർത്തി തോട് നിർമ്മാണം. കാൽനടയാത്ര പോലും ദുഷ്കരമായി നാട്ടുകാർ. വീടുകളും വിദ്യാഭ്യാസ സ്ഥാപനവും ഉൾപ്പെടെ ഒറ്റപ്പെട്ടിട്ട് 2 ആഴ്ചയിലധികമായി. കാളികാവ് ഉദ്രംപൊയിൽ അലബാമ റോഡിനെ ആശ്രയിക്കുന്ന നാട്ടുകാരാണ് ദുരിതത്തിലായത്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് അഴുക്കുചാലിലൂടെ കുത്തിയൊഴുകിയെത്തുന്ന വെള്ളം കടത്തിവിടാൻ റോഡ് തോടാക്കി മാറ്റിയത്. അലബാമ ഇന്റർനാഷണൽ സ്കൂളിലേക്കും മച്ചുകുഴി എസ്റ്റേറ്റിലേക്കും അടക്കം നിരവധി വീടുകളിലേക്കുമുള്ള റോഡാണ് പൊളിച്ചത്. ഇത് കാരണം 100 കണക്കിന് വിദ്യാർത്ഥികളും സമീപത്തെ വീട്ടുകാരുമെല്ലാം പ്രയാസത്തിലായി. റോഡ് പൊളിച്ചെങ്കിലും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. വേനലവധിക്കാലത്ത് റോഡ് പൊളിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അത്ര പ്രയാസമുണ്ടാകുമായിരുന്നില്ല. തോന്നിയതുപോലെയാണ് നിർമ്മാണം നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ആർക്കെങ്കിലും അസുഖം ബാധിച്ചാൽ കസേരയിൽ കിടത്തി ചുമന്ന് കൊണ്ടുപോകേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രയാസം തന്നെയാണ്. എന്താ വെച്ചാൽ ഇപ്പൊ വീട്ടിന്റെ ഭാര്യക്കൊക്കെ ചിലപ്പോൾ സുഖമില്ലാതൊക്കെ അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ എനിക്ക് ആയി ഒന്നും കൊണ്ടുപോരാന് അതിന് പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക്. അതേമാതിരി നമ്മുടെ അയൽവാസിയുണ്ട്, ഓരോ ഒരു ഭാഗം പറ്റാതായി ഇങ്ങോട്ട് നിൽക്കുകയാണ്. ഓനൊക്കെ സുഖമില്ലാതായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് എടുത്തു പോരാതും കഴിയും. കുട്ടികൾ പോകങ്ങൾ കണ്ടിരിക്കണം. ഉദ്രംപൊയിൽ പ്രദേശത്തെ മഴവെള്ളം ഒഴുക്കിക്കളയുന്നതിനാണ് മച്ചുകുഴി റോഡ് തോടായി ഉപയോഗിക്കുന്നത്. നിർമ്മാണം തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞിട്ടും പാതി പണി തീർന്നിട്ട് പോലുമില്ല. ഇനിയും മാസങ്ങൾ കൊണ്ട് തീരുമെന്ന പ്രതീക്ഷയുമില്ല. അലബാമ സ്കൂളിലെ കുട്ടികളെ ചുമലിലേറ്റി മറുപുറത്തെത്തിക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.